ജോയ്, ഇതിനിടയ്ക്ക് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ സംസ്ഥാനത്തിൻ്റെ അടക്കം ക്രമസമാധാന പാലനത്തിൻ്റെ മേധാവിത്വം വഹിച്ചിരുന്ന പലരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു BJPയുടെ തണലിൽ. അവരൊക്കെ മുൻകാലങ്ങളിൽ എടുത്തിരുന്ന നിലപാടുകളെക്കുറിച്ച്, ക്രമസമാധാന പാലനത്തിൻ്റെ ഭാഗമായി നിന്നപ്പോൾ എടുത്ത നിലപാടുകളെക്കുറിച്ച് കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി ആ കാലഘട്ടത്തിൽ ഇവരും അത്തരക്കാരോട് എന്ത് നിലപാടാണ് എടുത്തിരുന്നതെന്ന് കൂടി പരിശോധിച്ച് പോകേണ്ടത്. നമുക്കറിയാം, തലസ്ഥാനത്തടക്കം ഇപ്പോൾ പലരും മത്സരിക്കുന്നുണ്ടല്ലോ. അതെ, ശരിയാണ്. ഒരു മുൻ വനിതാ DGP ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻകാല ചരിത്രം കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അവർ തന്നെ അന്ന് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. RSS എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്, എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ വിട്ടിരിക്കുകയാണ് അവർ എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഹിന്ദുക്കളെ സംരക്ഷിക്കുകയും ഹിന്ദു ആചാരങ്ങളെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന BJP ഇവിടെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കുത്തിയോട്ടത്തിന് കുട്ടികളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള, അവിടുത്തെ ആചാരത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് എടുത്ത ആളാണ് ഈ DGP എന്ന് പറയുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. ഇതൊന്നും കൊണ്ട് ഇവരെ എല്ലാം രംഗത്തിറക്കിയത് കൊണ്ടൊന്നും BJP രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക്, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മനസ്സിലാകും. അത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.